1.5 കൊല്ലായി വെട്ടാതെ കിടക്കുക. ലേബർ കുഴപ്പാ. അവർക്കും മടുത്തു. എങ്ങനെയെങ്കിലും വിറ്റിട്ട് സ്ഥലം വിട്ടാ മതി എന്നാ സ്വാമിയുടെ ഇപ്പോഴത്തെ നില. എത്രയുണ്ടെന്നാ? 130 ഏക്കറാ. ഒരു 15,000 മരം ഉണ്ടെന്ന് വെച്ചോ. മരങ്ങൾ കുറെ പഴക്ക, കടുംവെട്ട് വെട്ടേണ്ടി വരും. 1 കൊല്ലം കൊണ്ട് വെട്ടി തീർക്കാം. ഞാൻ വെറുതെ ഒന്ന് കൂട്ടി നോക്കിയിട്ട് പാലവും മരവും മാത്രം ഒരു 45 ലക്ഷത്തിനെങ്കിലും മതിക്കും. വെട്ടിത്തുടങ്ങുന്നിടത്തുനിന്ന് പുതിയ പ്ലാന്റ് തുടങ്ങാമല്ലോ. 5 6 കൊല്ലം കഴിഞ്ഞ് അതിന്റെ ഈൽഡ് കിട്ടി തുടങ്ങുമ്പോ വിലയുടെ ഇപ്പോഴത്തെ പോക്ക് വെച്ച് നോക്കിയാൽ 130 2 260 2.5 കോടി കൂട്ടിക്കോ. എന്നാലും സ്വാമി ചോദിക്കുന്ന 75 കൊടുക്കാൻ പറ്റുമോ? വേണ്ട, ഒരു 60 കിട്ടിയാൽ കൊടുത്തേക്കാമെന്ന് സ്വാമി പറഞ്ഞതായിട്ട് ഞാൻ മറ്റൊരു വഴിക്കറിഞ്ഞു. പിന്നെ മുതലാളി അല്ലാതെ വേറെ ആരും പെട്ടെന്ന് അങ്ങോട്ട് അടുക്കില്ലെന്ന് സ്വാമിക്കറിയാം. ആ, എന്നാ പിന്നെ നോക്കാം. എന്താ? 1.5 കൊല്ലായി പട്ടിണി കിടന്ന് സമരം ചെയ്യുന്ന തൊഴിലാളികളാ അവിടെ ഉള്ളത് എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഓ, തൊഴിലാളികളെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവൂ. സമരം പൊളിച്ചിട്ട് പഴയ താപ്പാനോടൊക്കെ പേടിപ്പിച്ച് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കണം. പുതിയ മരം വെക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ മുതലാളി അക്കാര്യത്തിൽ എല്ലാവരും സമ്മതിച്ചിരിക്കുന്ന ആളാണ്. കോശിക്കുഞ്ഞ അങ്ങനെ വന്നാൽ ഇത് ആരുടെ പേര് വാങ്ങാവടോ? ബേബി ചിന്തയിൽ വാങ്ങിച്ചോ, അതാ സേഫ്. എന്താ കോശി? ഞാനൊരു കാര്യം അച്ചായനോട് ആലോചിക്കാൻ വന്നതാ. പറ. ആ വേളാമ്പറമ്പിലെ നൈനാനിൽ അവൻ കാലത്ത് വീട്ടിൽ വന്നിരുന്നു. അവൻ വണ്ടിപ്പെരിയാർ ഭാഗത്ത് 1500 ഏക്കർ വനമുള്ളത് അറിയാമോ? അറിയാം. അതിന്റെ നടുവില് ഒരു 25 ഏക്കർ കഞ്ചാവ് തോട്ടല്ലേ? അത് തന്നെ. ആ, ഇത് പണ്ട് നൈനാച്ചന്റെ അപ്പൻ കൈവശപ്പെടുത്തിയതാ. അതിന് പട്ടയം കിട്ടിയിട്ടില്ലല്ലോ. അറിയാം, പണ്ടാരോ ഭരിച്ചിരുന്നപ്പോ എഴുതി കൊടുത്ത ഒരു രേഖയുണ്ട്, അത് മതി. അതിപ്പോ അവൻ അവിടെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് 10-25 കുടിയിടപ്പുകാരൊക്കെ അതിൽ കയറി പറ്റിയിരിക്കുക. അവൻ പല പണിയും നോക്കിയിട്ട് അവർ ഒഴിയുന്നില്ല. നമ്മൾ വിചാരിച്ചാൽ പറ്റുമെന്നാ നൈനാൻ പറയുന്നേ. എഴുതി തന്നേക്കാവെന്ന് പറയുന്നു. കുടികിടപ്പുകാരൊന്നും പ്രശ്നമല്ല. എന്താ ചോദിക്കുന്നത്? 30 25 ലക്ഷത്തിന്റെ തടി അതിനകത്തുണ്ടെന്നാ നൈനാൻ പറയുന്നേ. അയ്യോ, അത്രയൊന്നും അല്ല കുഞ്ഞെ. ഇങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്നല്ലാതെ നൈനാച്ചൻ പോയി കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്റെ അറിവിൽ ഈ പറഞ്ഞതിന്റെ ഒരു 10 ഇരട്ടി വിലക്കുള്ള മരങ്ങൾ അവിടെ കാണും. പക്ഷെ ആലോചിച്ചിട്ട് വേണം. വനത്തിന്റെയും തടിയുടെയും ഒക്കെ കാര്യത്തില് മന്ത്രിമാർക്ക് കിടക്കപ്പുറതി ഇല്ലാത്ത സമയ. അതുകൊണ്ടാരും തടി വെട്ടാതിരിക്കാന്ന്. ചെല്ലേണ്ടടുത്ത് ചെന്നാൽ മതി അനിയമ്പിള്ളേ. മന്ത്രിമാരെയൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? അല്ല, എന്നാലും വനം നൽകുന്ന കാര്യത്തിലൊക്കെ നാട്ടുകാരിപ്പം വളരെ ജാഗ്രതയല്ല. അതിനൊക്കെ വഴിയുണ്ടെന്നേ. 25 കൊടുത്താൽ നൈനാൻ സമ്മതിക്കും. 3 ആഴ്ച കഴിഞ്ഞാൽ വെട്ടിയെടുക്കാൻ പരുവത്തിൽ 4-5 ലക്ഷത്തിന്റെ കഞ്ചാവുണ്ടതിൽ. അതും ചേർത്താ. അച്ചായൻ അറിയാമോന്ന് അറിയാൻ വയ്യ. കഞ്ചാവിന് ഇപ്പൊ എന്തൊരു ഡിമാൻഡാണെന്ന് അറിയാമോ? എന്റെ ഒരു ഇൻട്രസ്റ്റ് അതാ. ഞാൻ വിചാരിച്ച ഇപ്പൊ 10 ഉണ്ടാവും, ബാക്കി 15 അച്ചായൻ തരണം. കോശി, അതിപ്പോ ഞാനും അനിയമ്പിള്ള വേറൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ സ്വാമിയുടെ തൊടുപുഴയുള്ള എസ്റ്റേറ്റ് നമ്മളതിനോട് ചേർന്ന് കിടക്കുന്നത് ചുടു വിലക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഞാനൊരു 40 രൂപ അടുത്താഴ്ച കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതുകൂടെ ആകുമ്പോ അതൊരു മാസത്തേക്ക് നീട്ടിവെക്കും. അതൊക്കെ സ്വാമി വെക്കും. ഇതിന്റെ ഡീല് കഴിഞ്ഞാൽ 1000 മരം മുറിച്ച് വിൽക്കാൻ ചായ. സണ്ണിയോടുമ്പോ ഇവിടെ ഒക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഇതൊക്കെ പുലിവാല് പിടിക്കുന്ന കാര്യങ്ങളാ. നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ സണ്ണി. ചെറിയ റിസ്ക് അല്ലേ ഉള്ളൂ. പിടിച്ചാൽ കിട്ടാത്തവരായിരിക്കും ലാഭം വരുന്നത്. അത് നേരാ. കോഴിച്ചാൻ എന്ത് വേണം ചെയ്തു, എനിക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും പണമല്ലേ. ഞാൻ കുറെ നാളായി അച്ചായനോട് കാര്യം പറയണമെന്ന് വിചാരിച്ചത്. ഞാൻ ഇവിടെ വിട്ട് വല്ല ടൗണിലെങ്ങാനും പോയി താമസിക്കാൻ പോകും. എന്തിന്? എനിക്ക് വേറെ വല്ല ബിസിനസ്സും തുടങ്ങണം. ഇതിലും നല്ല ബിസിനസ് വേറെ ഏതാടാ? എനിക്കിത് പറ്റുന്നില്ല. കുറെ നാളായി ഇവന് ഈ ഐഡിയയും കൊണ്ട് നടക്കുന്നു. നീ എന്ത് ബിസിനസ് ചെയ്താലും ഒരു ഗുണമുണ്ടായി. നിനക്ക് ബിസിനസ് ചെയ്യാൻ അറിയാൻ വയ്യ. അത് കോശാൻ നോക്കണ്ട. എനിക്ക് എന്റേതായ ഒരു രീതിയുണ്ട്. എന്റെ വീട്ടിലുള്ള വിറ്റാൽ അല്ലേ കോശാൻ എടുത്തോ. നിന്റെ വീതമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയല്ലേടാ. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ ഒന്നും വിൽക്കില്ല, വാങ്ങേ ഉള്ളൂ. ഞാൻ ചത്തനേഷം അത് ആലോചിച്ചാൽ മതി. എന്റെ അപ്പൻ എനിക്ക് 20 ഏക്കറെ ഉണ്ടാക്കി തന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ. ഇനിയും ഉണ്ടാക്കും. കിട്ടുന്ന എല്ലാം വാങ്ങും. പിന്നെ നിങ്ങൾ വാങ്ങണം. ഇവിടെ വിട്ടു പോകരുത്. എന്ത് വേണമെങ്കിൽ ചെയ്തു. നീ ഇതൊന്നും കാര്യമാക്കണ്ട. നീ എന്നോട് വാ അച്ചായോ. ഇവനെ നൈനാനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പിന്നെ വണ്ടിപ്പെരിയാറിൽ പോയി ആ സ്ഥലവും നോക്കാം. ചില ഡ്രസ് ചെയ്ത് വാ. ഞാൻ വരുന്നില്ല. എല്ല് ബേബി പറയുന്ന കേക്കടാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ല. ബേബി, ഇവനൊക്കെ എന്തോ പറ്റി? ആരാ കർത്താവേ? ആദാവേ, മാത്തുവേ, മാതാവേ, മാതാവേ, കർത്താവേ. സണ്ണി, ബേബി, എന്താ അമ്മേ ഇങ്ങോട്ടൊന്ന് വരാൻ പറമോളൂ എല്ലാരോടും. അപ്പ, കർത്താവേ, അപ്പ, കർത്താവേ. വല്യപ്പച്ചൻ വലിക്കുന്നത് കണ്ടോ മോനെ? വല്യപ്പച്ച, വല്യപ്പച്ച, എന്താ അമ്മേ? വായു വലിക്കുന്ന പോലെ തോന്നുന്നേ. കിടത്തു ബേബി, കുറച്ച് വെള്ളം എടുക്ക്.
എന്താ? പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ. വെള്ളം. ഡോക്ടറോടൊന്ന് വരാൻ പറയട്ടെ. ഇല്ല, ഇത്തിരി കഴിയട്ടെ. മാത്തു, അപ്പം പേടിപ്പിച്ചു കളയല്ലോ. എന്തുവാ? എന്തോ പറ്റിയെന്ന്. എല്ലാരും കൂടാ വന്നത്. ആര്? എല്ലാരും ഉണ്ടായിരുന്നു. ആരാപ്പാ വന്നത്? കർത്താവും പത്രോസും മാതാവും പിന്നെ മാലാകമാരും വിളിക്കാനാ വന്നത്. അടുത്ത് വന്ന് തൊട്ടതാ. സമയമായില്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോയി. സാരമല്ല, അപ്പം കിടന്നോ. നീ കുറെ നേരം കൂടെ അടുത്തിരിക്കെ. പെട്ടെന്നെങ്ങാനും വല്ലതും. പോ. കാലം എത്രയായി ഈ കിടപ്പിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാട്. നിർമ്മലേ, വന്നിവിടെ നിൽക്കുകയായിരുന്നു അല്ലേ? എന്താ മിണ്ടാതെ അങ്ങനെ മറഞ്ഞു നിന്നളഞ്ഞത്? നീ കുറെ നേരം അങ്ങനെ കാത്തു നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും ഞാനല്ലേ കാക്കുന്നു. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാ. അടുത്ത മാസം 10-ാം തീയതി എന്റെ കല്യാണമാ. വരുന്ന വ്യാഴാഴ്ച ഉറപ്പിക്കും. ബേബി കുഞ്ഞിന് ഒരിക്കലും എന്നെ കെട്ടാൻ പറ്റത്തില്ലല്ലോ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. മറക്കത്തില്ല കേട്ടോ, എന്നും ഓർക്കും. അമ്മ 5 മണിക്ക് മുമ്പ് എത്തുന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോകുക, ഇനി കാണത്തില്ല. പോട്ടെ. നിർമ്മലേ, നിർമ്മലേ, ഇല്ല കുഞ്ഞെ, ഞാൻ വരത്തില്ല. വേണ്ട, ഞാനിനി തെറ്റ് ചെയ്യില്ല. എന്താ ഇത്? ഞാൻ നിലവിളിക്കും. എന്നെ വിട്. അയ്യോ.